എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൊഴുത്തിലെ വിശേഷങ്ങളായിട്ടല്ല കേട്ടോ. ഇന്ന് നമ്മുടെ രാധമ്മയുടെ തൊഴുത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 33 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ രാധമ്മയ്ക്ക് നമ്മളോടായിട്ട് പറയാനുള്ളത്. 3 സുന്ദരി മണികളായിട്ടുള്ള പശുക്കളാണ് തൊഴുത്തിലുള്ളത്. അപ്പോൾ 15 ലിറ്റർ പാല് കിട്ടുന്ന 2 പശുക്കളാണ് തൊഴുത്തിലുള്ളത്, പിന്നൊന്ന് അരക്കറവായാണ് കേട്ടോ. അപ്പോൾ 3 പേരും തിന്ന് കഴിഞ്ഞിട്ട് കയറി വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മുടെ പാത്രങ്ങളിലെ വെള്ളമൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കറക്റ്റ് സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. ഇതാ ഓരോരുത്തരായിട്ട് ഇതാ തൊഴുത്തിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വട്ടം അവർക്കൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഇത്. വേറെ ആരുമല്ല, രാധമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു തൊഴുത്ത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇണക്കമുള്ള 3 സുന്ദരി കുട്ടികൾ തന്നെയാണ് കേട്ടോ ഈ തൊഴുത്തിൽ നമുക്ക് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിനോട് ചേർന്നുള്ള അടിപൊളി ഒരു തൊഴുത്താണ് നമുക്ക് കാണാനുള്ളത്. പണ്ടത്തെ വീടും അതിനോട് ചേർന്നുള്ള തൊഴുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു തൊഴുത്ത് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് രാധമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് നോക്കിയാലോ. ഞാൻ ഈ പശു വളർത്തി തുടങ്ങിയിട്ട് 30 കൊല്ലം കഴിഞ്ഞു. 4 പശുക്കളുണ്ടായിരുന്നു. 3 3 കറക്കുന്നുണ്ട്. നല്ല പശുക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം പോകുന്നത്. കുറച്ച് കൃഷിയുണ്ട്. അവർക്ക് പിന്നാലെ വൈക്കോല് കിട്ടും. തീറ്റെങ്കിലും മീൻപേന്ന് കിട്ടും. മീൻപേനെ കുറച്ച് പാലിൽ നടക്കും. പിന്നെ കുറച്ച് വീടുകളിക്കുണ്ട്, സപ്ലൈ ഉണ്ട്. അങ്ങനെ നല്ലൊരു ടൈം ടേബിൾ പ്രകാരം അവരെന്നെ കാലത്തും വൈകിട്ടും കൃത്യസമയത്ത് കറക്കും, കൃത്യസമയത്ത് വെള്ളം കാട്ടും, കുളിപ്പിക്കും, പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും. ഒരു നേരം തീറ്റാൻ കൊണ്ടുപോകും. അങ്ങനെ കഴിഞ്ഞു കൊടുക്കും. ചാണം പൊടിച്ച് ആൾക്കാർക്ക് ഒരു പാട്ടയ്ക്ക് 45 രൂപ കൊടുക്കുന്നുണ്ട്. ചാണത്തിന് ആൾക്കാരുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു 3 ലോഡ് 4 ലോഡ് ചാണം കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ചാണകപ്പൊടിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പച്ചക്കറി കൃഷിക്കും പിന്നെ വളമായിട്ടും ചെടികൾക്കും ഒക്കെ ഇപ്പോൾ ചാണകപ്പൊടിക്ക് നല്ല ചിലവുണ്ട്. ഞങ്ങൾ അന്നത്തെ ചാണം അവിടെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് അധികം വെയിൽ കൊള്ളിക്കാതെ പൊടിച്ചുണ്ടാക്കും. നല്ല പൊടിയാണ്. നല്ല ആൾക്കാരുണ്ട്. നല്ല ഡിമാൻഡുള്ള ചാണകപ്പൊടിയാണ്. ഒന്നിനും മിഷനില്ലേ, ഞാൻ തന്നെ കറക്കുന്നത്. ഞാൻ തന്നെ ചാണം കൊണ്ടുപോയി അത് കൈ കൊണ്ട് ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഇപ്പോൾ നല്ല വെയിലും കാറ്റുള്ള കാരണം കൊണ്ട് വൈകുന്നേരം തന്നെ അത് പൊടിച്ച് നല്ല പൊടിയാക്കി എടുക്കും. 2 ദിവസം അത് ഉണക്കി അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല പൊടിയായി കിട്ടും. ചാണകപ്പൊടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഒരു ഏക്കർ നെല്ല് പണികളുണ്ട്. അതിലേക്ക് ചാണം കൊണ്ടുപോയിടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചാണം ഞങ്ങൾക്ക് 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ തെങ്ങ്, വാഴ, കവുങ്ങ്, കുരുമുളക് അങ്ങനെയുള്ള കൃഷികളുണ്ട്. അതിനൊക്കെ നമ്മുടെ പശുവിൻ്റെ ചാണം ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ചാണകം വാങ്ങില്ല, വളമൊന്നും വാങ്ങില്ല. പശുവിൻ്റെ ചാണം തന്നെ ഇടാറ്. കഴുകൊക്കെ അടയ്ക്കേണ്ടാവുന്നതാണ്. തെങ്ങിന് നല്ല കായ ഉണ്ടാവുന്നുണ്ട്. കായ്ക്കൊലയും കിട്ടാറുണ്ട്. പിന്നെ അത്യാവശ്യം ചേമ്പ്, ചേന അങ്ങനെയുള്ള കൃഷികളുണ്ട്. കറവ് മെഷീനോ യാതൊരു കാര്യങ്ങളോ ഇല്ലാതെ ഇപ്പോഴും കൈകൊണ്ടുള്ള നല്ല കറവ തന്നെയാണ് കേട്ടോ അവിടെ നിലനിൽക്കുന്നത്. എപ്പോഴും കറവ മെഷീൻ കൊണ്ടുള്ള കറവിനെക്കാട്ടിയും എത്രയോ നല്ലതാണല്ലേ കൈകൊണ്ടുള്ള കറവ്. ഇപ്പോഴും കൈകൊണ്ടുള്ള കറവ് തന്നെയാണ് കേട്ടോ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കറക്കുന്ന നല്ല 3 സുന്ദരി മണികളാണ് കേട്ടോ ആ തൊഴുത്തിലുള്ളത്. 3 പേര് നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് കറക്കേണ്ട നേരത്ത് നല്ല സുന്ദരി മണികളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 3 പേർക്കും കറക്കാനായിട്ട് കുട്ടികളൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കൈകൊണ്ട് പൊടിച്ചുണ്ടാക്കുന്ന ചാണകപ്പൊടിയാണ്. കാരണം യന്ത്രങ്ങളോ ഒന്നുമില്ലാതെ നല്ല വെയിലത്തിട്ട് നല്ല വൃത്തിക്ക് നന്നായി പൊടിച്ച് ഉണക്കിയെടുക്കുന്ന ചാണകപ്പൊടിയാണ് കേട്ടോ. അവിടെ ഒരു പാട്ട ചാണകപ്പൊടിക്ക് വില വരുന്നത് 45 രൂപയാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൽ വേണ്ടിയുള്ള എല്ലാ വളങ്ങളും നമ്മുടെ പശുക്കൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പശു വളർത്തലിൽ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എത്ര ഭംഗിയിലാലേ ആ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഇതാ അവരുടെ കഴുകലും എപ്പോഴും ഇതേപോലെ തന്നെ വെള്ളമൊക്കെ അടിച്ച് നല്ല ഭംഗിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കാതിരിക്കാൻ നല്ല കവുങ്ങിൻ്റെ പാളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിറകൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ്.
പിന്നെ കവുങ്ങിൻ്റെ തോട്ടമായതുകൊണ്ട് കവുങ്ങ്, തെങ്ങ്, വാഴ ഇതിൻ്റെ തോട്ടമായതുകൊണ്ട് തന്നെ നല്ല തണവുള്ള പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും ചൂട് അനുഭവപ്പെട്ടതേ ഇല്ല കേട്ടോ. അത്രയും തുറന്നൊരു തൊഴുത്ത് പോലെയാണ് കിടക്കുന്നത്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ആ തൊഴുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി തൊഴുത്താണ്. ഇതാ സുന്ദരിമണികളൊക്കെ ഇതാ വെള്ളം കുടിക്കാനുള്ള പുറപ്പാടിലായി തുടങ്ങി. നല്ല ഭംഗിയിൽ തൊഴുത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഒരു തരി പോലും അഴുക്കോ കാര്യങ്ങളോ 3 പേരുടെ ശരീരത്തിലും കാണാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും വൃത്തിക്കാണ് അവർ തൊഴുത്ത് പരിപാലിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.